ഞാൻ വിചാരിച്ച പാമ്പാണ്. അല്ല അത് കാര്യം പറഞ്ഞേ. ആരെങ്കിലും കണ്ടാലത്തെ കല്യാണത്തിന് മുമ്പ് എനിക്കും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടും. കുട്ടിയുടെ കഥ ഒന്ന് കേൾക്കണം. ആ കഥയല്ല, ഇതിന്റെ കുട്ടിക്ക് സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, കള്ളയിൽ വെച്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആരോഗ്യം ഞാൻ കരയിൽ കിടന്ന് കര കാണാൻ കടലിൽ കിടന്ന് മരണത്തോട് പല്ലടിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. ബോധത്തിൽ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി കുട്ടിയുടെ വീട്ടിലായിരുന്നു എന്നെ രക്ഷിച്ചത്. എനിക്കൊരു ജോലി വാങ്ങിത്തന്നത് എല്ലാം ശരിക്കും കാരുണ്യം. ഒരിക്കലും ശരിക്കച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്തയും ബിദ്രയും മൂക്കയും വികാരങ്ങളുമായി മകളെ എന്നോട് കല്യാണം കഴിക്കാമോ? ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ നോക്കാത്ത ഞാനതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു തിരികെ കാത്ത് അന്ന് കുട്ടി കണ്ണിൽ വിളിച്ച് കാത്തിരിക്കുക. ആ കുട്ടി മറക്കാൻ എനിക്കാവില്ല. ഇങ്ങോട്ട് കണ്ണീർ കിട്ടും. ആ കാണുക കുട്ടി വീട്ടിലേക്ക് നോക്കൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതല്ല കഥയുടെ കുഴപ്പം. വീട്ടിൽ ജോലി ചെയ്തത് പറയണ്ട. അവരെ ആരെങ്കിലും ചോദിച്ചാൽ കുട്ടിക്ക് ഇഷ്ടമായിട്ട് മാത്രം പറഞ്ഞാൽ മതി. എന്റെ സമ്പത്തമാരെ അതിന്റെ അവസ്ഥ ഈ പാവം കുട്ടി ചർച്ചയിൽ എനിക്കാവില്ല. അമ്മ എന്തായി പറയുന്നത്? എനിക്ക് ഇന്നലെ തിരിച്ചു വരണം. ഞങ്ങളുടെ അവധിയിലെ പോയില്ല. പറഞ്ഞ സമയത്ത് തിരിച്ചതിനെ നോക്കി എടുത്തോണ്ട് പോകരുത്. പിന്നെ ആദ്യം ഇതൊന്നും ചെയ്യില്ല. ഇതില്ലേ ഈ അറബിയുടെ അടിമക്കളെ ദുബായിലെ പോലീസ് ഈശ്വരൊരു ബന്ധമുണ്ടായിരുന്നു. അതെന്താ അല്ല ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ? നമുക്ക് മാറ്റിയെ പറ്റിയത് ബന്ധം പോയിക്കോട്ടെ. ഇത്രയും വലിയ ഇത്രയും ആലോചന അതും ദുബായിക്കാരനെ വലിയ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ബാക്കിയായിട്ടാ ഞാൻ കരുതി. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാനുള്ള കാരണം ഈ നിനക്ക് ആരോടെങ്കിലും പ്രേമത്തോടെ പിന്നെന്താ പ്രശ്നം? വലിയ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ നിനക്ക് ആരോടുള്ളത്? നീ എന്തിനൊന്നും പറയണ്ട. ഇത് നിനക്ക് ഭാഗ്യമായിട്ട് കഴിക്കാൻ വലിയ ഉറപ്പിച്ചു. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. അതിന് കാര്യം ഇവര് പഠിക്കോ അമ്മേ സമയമായേ ഞാൻ അവരാ എന്റെ അമ്മ ഈ കാര്യം നമുക്ക് കൊണ്ടാൻ പറ്റില്ല. അത് പിച്ചക്കാരൻ ഞാൻ പത്ത് കൊടുത്തപ്പോൾ 100 വേണം. അവസ്ഥ പോയി കാണും. എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ കാണും. ഫ്രണ്ട്സിനെ വേഗം എടുത്ത് വെക്കേ. പോയി
ഓ എന്തൊരു ചൂടാണ് ഭയങ്കര ചൂട് ഞാൻ ആറ്റോളത്തിലൊന്ന് കുളിക്കണം എത്ര നല്ല ഡീസലല്ലേ ഞാൻ ചോദിക്കണം നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കനല്ല. അയ്യോ ഞാൻ ഉണ്ണിയല്ല ഉണ്ണിയുടെ ഏട്ടൻ. ഉണ്ണിയായിട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ എന്താ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ ഈ സമയത്താ ഉണ്ണി കുളിക്കല്ലേ? കുളിച്ചോണ്ടിരിക്കുക ആരാത് ദിവാകരൻ അപ്പത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. എന്തുമായിട്ട് വരും ചെയ്യില്ലതാ. അതെയാ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനത് രാജാവാ. ഓ ഹരിതപ്രിയ നമ്മളെ തമ്മിൽ കാണാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച്? ഞാൻ സോപ്പിട്ട് വിളിക്കാം അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ വരുന്ന വഴിക്ക് കണ്ടു. ഓ അങ്ങനെ. ഓ പിന്നെ പോയിട്ട് ധൃതിയുണ്ടായിരുന്നു. 12 ഉപ്പായ ട്രെയിൻ പെട്ടെന്ന് ഇറങ്ങാവോ? നമുക്ക് ഞാൻ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചു നാളെ എവിടെ വെച്ച്? സോപ്പ് വാങ്ങിപ്പോയിട്ട് പറഞ്ഞത് വാങ്ങിപ്പോയതാ. അടുത്ത് പറയുന്നത് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി എനിക്ക് ഞാൻ ഇറങ്ങണോ? ഇടതൊക്കെ പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സിൽ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ടെടുത്തോളൂ. അയ്യോ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ലി ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ഗ്ലാസോ എന്താ വെച്ച് വേഗം പൊക്കോളൂ. ട്രെയിൻ നിൽക്കോളൂ. ഈ ദുബായിക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നാമില്ല പറഞ്ഞു. അപ്പോ ഞാനങ്ങോട്ട് നിങ്ങൾ എന്നെ തേടി വന്നതല്ല, നിങ്ങളെ ഞാൻ ഇവിടെ എത്തിച്ചതാണ്. Friends don't stop. Stay on the line. Work hard. Keep moving. ഇവിടെ പപ്പയുടെ വീട് തന്നെ പണി അൾട്രാടെക് മാത്രം വെച്ചാൽ വീടുണ്ട് താമസിക്കുന്നത്. അതുകൊണ്ട് സിമെന്റ് രാജ്യത്തെ ഒന്നാണ് അൾട്രാടെക് ഇന്ത്യസ് നമ്പർ 1 സിമെന്റ്. എല്ലാ ആഴ്ചയും യൂറോപ്പിലേക്ക് കേരളത്തിൽ നിന്നും ഗ്യാരണ്ടി ഗ്രൂപ്പ് ടൂർ നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ഏക വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ. ടേസ്റ്റുള്ള കഴിക്കേ. സ്നീക്കേഴ്സ് പീനട്ട് ബ്രൗണി ടേസ്റ്റുള്ളത് മാത്രം കഴിക്കൂ. ഇവരുടെ പ്രത്യേകത അറിയോ? ബുദ്ധി വളർത്തുന്നതാണോ? ഇപ്പോൾ ബജറ്റ് മാനേജ് ചെയ്യും. 80 രൂപയുടെ 175 ഗ്രാമിന്റെ പാക്കിൽ. അതുകൊണ്ട് സിഗരറ്റ് വലിക്കുവാൻ അതിയായ ആഗ്രഹം തോന്നുമ്പോൾ നിയന്ത്രിക്കൂ. ഒരു ദിവസം കൊണ്ട് ഇത് സാധ്യമാകില്ല, പക്ഷെ ഒരു ദിവസം തീർച്ചയായും സാധ്യമാകും. ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളുടെ നിക്കോട്ടിക്സ്. സാമ്പാറിന് രുചിയും മണവും നിലനിർത്തണമെങ്കിൽ ഒരു ഭംഗിയാണ്.
റാഞ്ചിക്കോടുവിലെ പ്രതികൾ കായലിന്റെ വിത്തുകളിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഇഞ്ചി കായമാക്കി മാറ്റിയെടുത്തു. തലമുറകളോളം സമ്മാനങ്ങളില്ലാത്ത രുചി. കഴിച്ചു നോക്ക്. ഇത് സ്പെഷ്യൽ ഉണ്ടാക്കിയതാ. എങ്ങനെയാണോ? വേറൊരു കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ ഭക്ഷണത്തിനാണ് ആദ്യം കുറച്ച് മതികൾ മതികൾ ഇത് തന്നെയാണ് മതികൾ. High protein, high fiber, വ്യക്തമായ കാഴ്ച വിജയത്തിലേക്ക് എത്തിക്കും. അതിനാൽ എന്റെ കാഴ്ചയ്ക്ക് എനിക്ക് വിശ്വാസം എസിലോൺ മാത്രം. കൗതുകം നിറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുന്നതുകൊണ്ട് വിവിധ ഉപകരണങ്ങളുടെ ഭാഗമായ ഡിജിറ്റൽ തലമുറയ്ക്കും അരികിൽ നിന്ന് അകലേക്ക് കൃത്യമായ ഫോക്കസ് ആവശ്യമായവർക്കും വേണ്ടി എസിലോൺ എല്ലാവർക്കുമുള്ള പരിഹാരം. കൂടാതെ പ്രവചനാതീതമായ സാഹചര്യങ്ങൾക്കായും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എസിലോണിൽ വിശ്വസിക്കാൻ കാരണങ്ങളെ. ലോകത്തെ സ്പെക്ടിക്കൽ ലെൻസുകളിൽ നമ്പർ 1. തേങ്ങ 7 എണ്ണം 2025 ആരംഭം.